ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിലെ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ പ്രിവ്യൂവിൽ കണ്ടില്ലേ, അതേപോലെ എഫക്റ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. ആദ്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യണം. ആദ്യം എന്താ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഈ ആദ്യം കാണുന്ന റേഷ്യോ തന്നെ അങ്ങ് എടുത്തു. എന്നിട്ട് മീഡിയ സെലക്ട്, നമുക്ക് ആദ്യമേ ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി മീഡിയ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. ഇതൊരു 10 സെക്കൻഡ് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ലെയർ എടുക്കുന്നു, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്മോക്ക് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, എടുത്താ ഇതിൻ്റെ സൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുന്നു. ഇത്രയും മതിയാവും. എന്നിട്ട് ഇതിൻ്റെ ഒരു 10 സെക്കൻഡ് വരെ കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അതിനു വേണ്ടി ഇതാ ആനിമേഷൻ എടുത്തിട്ട് സ്വൈപ്പ് റൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ സ്പീഡ് ഒരു 3.0 കൊടുക്കാം. സേവ് ചെയ്തു. അടുത്തത് ഈ ടെക്സ്റ്റിന് ഒരു ചെറിയൊരു എഫക്റ്റ് കൊടുക്കണം. അതിനുവേണ്ടി ലെയർ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് എഫക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതാ ബേസിക് എഫക്റ്റ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യണം. അതിനകത്ത് ഈ ഒരു എഫക്റ്റ് എടുത്തിട്ട് ഒരു 10 സെക്കൻഡ് തന്നെ അതിന് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ക്രോപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഇതാ ക്രോപ്പിംഗ് ഓപ്ഷനിൽ ചെന്നിട്ട് ഏകദേശം ഇത്രയും മതി. അതായത് ഫസ്റ്റ് ലെറ്റർ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് ഈ മാസ്കിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ, അത് എനേബിൾ ചെയ്തിട്ടിട്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് എടുക്കണം, സെലക്ട് ചെയ്യണം. അടുത്തത് ഇതിനൊരു കീ എഫക്റ്റ് കൊടുക്കണം. അതിനു വേണ്ടി ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കീ ബട്ടൺ കൊണ്ട് അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓരോ ലെറ്ററിനും ഇങ്ങനെ ഓരോന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ അടുത്ത ലെറ്ററിന് കൊടുക്കണം. പിന്നെ അടുത്ത ലെറ്റർ, പിന്നെ അടുത്ത ലെറ്റർ, ഇങ്ങനെ കൊടുക്കണം. എന്നിട്ടത് സേവ് ചെയ്യണം. ഇനി ഈ ഒരു എഫക്റ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ക്രോപ്പിങ്ങിൽ പോകണം. എന്നിട്ട് ഈ ഫെതേഴ്സ് ഉണ്ട്, അത് ഫുള്ള് കൂട്ടിയിട്ട് സെലക്ട് ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു എഫക്റ്റ് കൂടെ കൊടുക്കണം. അതിനു വേണ്ടി ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കണം. ഈ വേവ് റാപ്പ് എന്ന എഫക്റ്റ് നമ്മൾ ഇനി കൊടുക്കാനുള്ളത്. ചിലവർക്ക് ഇതിനകത്ത് ഇവിടെ കാണത്തില്ല. അപ്പോൾ ഗെറ്റ് മോർ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ഇഷ്ടംപോലെ എഫക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഈ ഡിസ്ട്രോഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ വേവ് റാപ്പ് എന്നുള്ള സെലക്ട് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യണം. ഒരു 10 സെക്കൻഡാക്കി കൊടുക്കണം. എന്നിട്ട് നേരെ ക്രോപ്പിങ്ങിൽ പോകണം. മാസ്ക് എനേബിൾ ചെയ്യണം. ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ചതുരം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇത് ക്രോപ്പ് ചെയ്ത് ഫസ്റ്റ് ലെറ്ററിൻ്റെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതിനൊരു കീ എഫക്റ്റ് കൊടുക്കണം.
എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ ഓരോ ലെറ്ററിനും ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, എന്നിട്ടിത് സേവ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തൊരു സ്മോക്ക് എഫക്റ്റാണ് കൊടുക്കാറുള്ളത്. അതിനു വേണ്ടി ലെയർ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത് അത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ്ട് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇനി വേണമെങ്കിൽ കറക്റ്റ് ആ ലെറ്ററിൻ്റെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് വെച്ചാൽ, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. ഇനി അവസാനമായിട്ട് ഈ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഈ വീഡിയോ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതാണ്ട് ഈ വീഡിയോ ഫേഡ് ഔട്ട് എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടിട്ട് ഇതൊരു 1 സെക്കൻഡ് ആക്കണം. ആക്കി എന്നിട്ടത് ടിക്ക് ചെയ്യണം. ഇത് നമുക്കിത് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.